നമസ്കാരം. 2024 ഡിസംബർ 10-ാം തീയതിയോടുകൂടി 7.5 ശനി മാറുകയാണ്. ഈ ഭാഗ്യത്തിന് ഉടമകളാകുന്ന നക്ഷത്രക്കാരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജാതകത്തിൽ ശനിയുടെ സ്ഥാനം അല്ലെങ്കിൽ ബലം എന്നിവ നോക്കിയാണ് എത്രത്തോളം ദോഷമാണ് അല്ലെങ്കിൽ കാഠിന്യം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നത്. 7.5 ശനി പോലെ തന്നെയാണ് കണ്ടകശനി. ചില സമയങ്ങളിൽ കണ്ടകശനിയേക്കാൾ കടുപ്പമേറിയതായിരിക്കും 7.5 ശനി. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. എന്നിരുന്നാലും ഇവ രണ്ടും ഏകദേശം ഒരേ ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. ഗ്രഹനിലയിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി അല്ലെങ്കിൽ 7.5 ശനിയായാലും കണ്ടകശനിയായിരുന്നാലും ജന്മരാശിയായാലും ഒരേപോലെ തന്നെയായിരിക്കും. 7.5 ശനി എന്ന് പറയുന്നത് 7.5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ദോഷമാണ്. ഈ സമയം സർവ്വകാര്യ തടസ്സം, ധനനഷ്ടം എന്നിവ ഉണ്ടാകുന്നതാണ്. മനസ്സ്, ശരീരം, കുടുംബം എന്നിവയെല്ലാം ബാധിക്കപ്പെടുന്ന രീതിയിൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും ശത്രുക്കളായി മാറും. നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായം നിങ്ങൾക്ക് തന്നെ ദോഷമായി വന്ന് ഭവിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി എന്നീ കാലങ്ങളിൽ ഫലം ഇതേ രീതിയിൽ തന്നെയായിരിക്കും. ഒരു ജാതകൻ ജനിച്ച രാശിയുടെ ലഗ്നഭാവത്തിലും 2-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് 7.5 ശനി. ഓരോ ഭാവത്തിലും 2.5 വർഷക്കാലം ആണ് ശനിയുടെ സഞ്ചാരം. അങ്ങനെ ആകെ 7.5 വർഷം. അതിനെയാണ് 7.5 ശനി അഥവാ ഏഴാണ്ട് ശനി എന്ന് പറയുന്നത്. ലഗ്നത്തിലെ ശനി സർവനാശിയാണ്. അത് എല്ലാത്തിനെയും നശിപ്പിക്കും. കർമ്മമേഖലയാണ് 7.5 ശനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ അലട്ടുന്ന സമയമായിരിക്കും. മറ്റുള്ളവർക്ക് കൊടുത്ത പണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ തിരികെ ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, കയ്യിലുള്ളത് കൂടി നഷ്ടമയക്കാവുന്ന അവസ്ഥയാണ്. പിന്നെ സഞ്ചാരക്ലേശം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യങ്ങളിലും ഒരു നേട്ടവും ഉണ്ടായില്ല. തടസ്സങ്ങൾ മാത്രമായിരിക്കും ഫലം. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളിൽ അലസത, മടി എന്നിവ ഉണ്ടാകും. കൂടാതെ പലയിടങ്ങളിലും അവഗണന, പിന്നിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ, കുടുംബത്തിലും സമൂഹത്തിലും ഒരു വിലയില്ലാത്ത അവസ്ഥ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ പല ബാധ്യതകളും വന്നു ചേരുകയും കടബാധ്യതകൾ മൂലം നട്ടം തിരിയുകയും ചെയ്യും. ഡിസംബർ 10-ാം തീയതിയോടുകൂടി 7 ശനി വിട്ടുമാറുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകരുടെ സമയം മാറും എന്നതിൽ യാതൊരു സംശയമില്ല. അതിൽ ആദ്യത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർ പലവിധ പ്രശ്നങ്ങളിലും പെട്ട് ഇത്രയും നാളും മനസ്സമാധാനം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥ ഇനി മാറാൻ പോവുകയാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കുവാൻ സാധിക്കുന്നതാണ്. സർവ്വകാര്യങ്ങളിലും ബാധിച്ചിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. ഈ കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ ഇവർ അനുഭവിക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പലവിധത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടാകാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, ദുരിതം, കേസ്, വഴക്ക്, കുടുംബവും തൊഴിൽപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ നിലവിൽ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാകും. പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയവരാണിവർ. ഡിസംബർ 10-ാം തീയതി കഴിയുന്നതോടുകൂടി തിരുവോണ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഉയർച്ചകളും വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ പ്രവൃത്തികൾ വഴി മനസ്സന്തോഷമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ വന്നു ചേരും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ഇവരുടെയും 7.5 വർഷത്തെ ദുരിതത്തിന് അവസാനം വന്നിരിക്കുകയാണ്. ഇവർക്ക് ശത്രുക്കൾ കൂടുതലായി വന്നു ചേർന്നിട്ടുള്ള സമയമാണ് ഈ 7 വർഷക്കാലം. തൊഴിൽപരമായി ഒരുപാട് ശത്രുക്കൾ വന്നു ചേർന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇതുവരെ. എന്നാൽ ഇനി അത് മാറി തൊഴിൽപരമായി അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. മാതാപിതാക്കളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കർമ്മരംഗം ഉന്നതിയിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനും അത് അനുഭവിക്കാനുമുള്ള യോഗം വന്നു ചേരുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 3 നക്ഷത്ര ജാതകർക്കും 7 ശനിയുടെ പിന്മാറ്റം ശുഭഫലങ്ങൾ കൊണ്ടുവരുമെന്നത് തന്നെ പറയാവുന്നതാണ്. മേൽ പറഞ്ഞ നക്ഷത്രക്കാർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുന്നതും തടസ്സങ്ങൾ മാറുന്നതിനും സഹായകരമാകും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.